ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്യാരറ്റും പാലും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അടിപൊളി പുഡിംഗ് വന്നിട്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 വരെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 ലിറ്റർ പാലിൻ്റെ ഒരു കണക്കിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി. അപ്പം ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിലിട്ടിട്ടാണ് എന്നിട്ട് വേവിച്ചെടുക്കുന്ന. ഒരു വിസിലടിച്ചിട്ട് വേവിച്ചാൽ മതി. ഇനി ആ സമയം കൊണ്ട് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്ത ക്യാരറ്റിൽ നിന്ന് ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ പഞ്ചസാരയിലൊന്ന് മെൽട്ടായിട്ട് ക്യാരറ്റ് ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇങ്ങനെ മെൽട്ടായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. ഇനി നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാൽ മാത്രം എന്നിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതാ ഞാനിപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതട മാറ്റി വെക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തിന് ഞാൻ ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടുന്ന് മെൽറ്റാകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ക്യാരറ്റ് നന്നായിട്ട് അരയണം കേട്ടോ. എന്നാലാണ് നല്ലൊരു ടെക്സ്ചറിൽ പുഡിങ് കിട്ടുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1-2 തുള്ളി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനി മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടാണ് എന്നിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പം ചൈന ഗ്രാസ് ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാലിൻ്റെ ചൂട് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് തിളക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫാക്കുക. ഇനി ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്ത് ക്യാരറ്റില്ലേ, അതിങ്ങനെ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ ഇത് കുറച്ചൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഭാഗത്ത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മേലെയെല്ലാം കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നട്ട്സെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബാദാമെല്ലാം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പാർട്ടിക്കെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റെല്ലാം ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത് നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ. പാർട്ടികളിലും ഈദിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.